നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2025 ഫെബ്രുവരി മാസം 26 ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അതിൽ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിവിധ അറിയിപ്പുകൾ, അതോടൊപ്പം തന്നെ ഇ ചെല്ലാൻ പോലെയുള്ള വിവിധ ഇൻഫർമേഷനുകളൊക്കെ തന്നെ നമുക്ക് SMS അലേർട്ടായിട്ട് കൃത്യസമയത്ത് നമ്മുടെ ഫോണുകളിലേക്ക് കൈമാറുന്ന സംവിധാനമുണ്ട്. എന്നാൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള വിവിധ അറിയിപ്പുകൾ നമുക്ക് ഫോണുകളിലേക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ നൽകുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണ് എന്ന് ഉറപ്പാക്കുകയും വേണം. നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ അത് മാറ്റി നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ വാഹന ഉടമകൾക്ക് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന നിർദ്ദേശം. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഉപയോക്താക്കൾക്ക് ആശ്വാസമായി വൈദ്യുതി ചാർജ്. വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന സർചാർജ് കുറയ്ക്കാൻ തീരുമാനമായിരിക്കുകയാണ്. മാർച്ച് മാസം മുതലാണ് പുതുക്കിയ ഇന്ധന ചാർജോട് കൂടിയ ബില്ല് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾ യൂണിറ്റിന് 6 പൈസയും 2 മാസത്തിലൊരിക്കൽ ബില്ലിംഗ് ഉള്ളവർക്ക് യൂണിറ്റിന് 8 പൈസയുമായിരിക്കും ഇന്ധന സർചാർജ് കുറയുക. മുൻപ് ഇത് 10 പൈസയായിരുന്നു. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് ചിലവാക്കുന്ന തുക തിരിച്ചുപിടിക്കാൻ KSEB സ്വന്തം നിലയ്ക്ക് ഈടാക്കിയിരുന്ന സർചാർജാണ് ഇപ്പോൾ കുറഞ്ഞത്. അതേസമയം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന 9 പൈസ കഴിഞ്ഞ മാസം ഒഴിവാക്കിയിരുന്നു. ഫെബ്രുവരി 1 മുതലാണ് യൂണിറ്റിന് 9 പൈസ കുറയുമെന്ന് KSEB അറിയിച്ചത്. ഇന്ധന സർചാർജായിട്ട് പിരിക്കുന്ന 19 പൈസയിൽ നിന്ന് 9 പൈസ കുറവ് വരുത്തിയതോടെയാണ് തീരുമാനം. പരമാവധി 10 പൈസ വരെ ഇന്ധന സർചാർജായിട്ട് പ്രതിമാസം ഉപഭോക്താക്കളിലേക്ക് കൈമാറാൻ ലൈസൻസുകളെ അനുവദിച്ച വ്യവസ്ഥ ചെയ്തതായിട്ട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ KSEB സ്വമേധയാ പിരിച്ചിരുന്ന യൂണിറ്റിന് 10 പൈസ സർചാർജ് അത് ഫെബ്രുവരിയിലും പിടിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ സർചാർജാണ് മാർച്ച് മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് PM കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈമാറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത മറ്റൊരു വിതരണം നമ്മുടെ സംസ്ഥാനത്തുള്ളത് അത് ക്ഷേമ പെൻഷന്റെ വിതരണം തന്നെയാണ്. അതിന്റെ വിതരണം ഈ ആഴ്ച തന്നെയാണ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. 1600 രൂപ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ അക്കൗണ്ടുകളിൽ തുക എത്തിത്തുടങ്ങുന്നതായിരിക്കും. അടുത്ത ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാവുകയും ചെയ്യും. 22 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് സഹായം എത്തും. ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും സുരക്ഷിതമായിട്ട് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. 810 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. എല്ലാ മാസങ്ങളിലും ഇപ്പോൾ നമുക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ്. ഇനി കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിലെ പെൻഷൻ വിതരണം വരുന്ന ദിവസങ്ങളിൽ, അതായത് വ്യാഴാഴ്ചയോടെയൊക്കെ ആയിരിക്കും ആരംഭിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. റേഷൻ വിതരണം അത് പ്രയോജനപ്പെടുത്തുന്നതിനുള്ള അവസരം ഫെബ്രുവരി മാസം 28 അവസാനിക്കുമെന്ന് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുകയാണ്. എല്ലാവരും തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ നേരത്തെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം ആനുകൂല്യങ്ങൾ വാങ്ങണമെന്ന അറിയിപ്പ് തന്നെ ഇപ്പോൾ ഈ സമയത്ത് വന്നിട്ടുണ്ട്. 28 മുൻപ് തന്നെ എല്ലാവരും ആനുകൂല്യം വാങ്ങിയെടുക്കുക. പിന്നീട് ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വാങ്ങുന്നതിന് അവസരം നൽകുന്നതല്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും ഉയർന്നു. ചൊവ്വാഴ്ച ഫെബ്രുവരി 25 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 20 രൂപയും പവന് 160 രൂപയുമാണ് കൂടിയത്. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 8075 രൂപയിലും പവന് 64,600 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.